നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഗൈഡൻസ് മെസ്സേജുകളും നിങ്ങളെ കാണാൻ ശ്രമിക്കുക എല്ലാവരും, പ്ലീസ്. ഓക്കെ, അതിൽ നിന്നും നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയണം. ഓക്കെ, വെറും ബന്ധങ്ങളെ കുറിച്ച് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ലൈഫും നിങ്ങൾ ബെറ്റർ ആക്കാനൊക്കെ ശ്രമിക്കാം. എനിക്ക് അതുകൂടി കേൾക്കാൻ ശ്രമിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ ഇപ്പം എനിക്ക് എന്തിനല്ല. ഓക്കെ, ഇതിലെനിക്ക് വ്യൂസ് ഉണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തെങ്കിലും എനിക്ക് പറഞ്ഞുതരാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കൂടി ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സോ പ്ലീസ്, ഓക്കെ, ഗൈഡൻസ് കൂടി കേൾക്കുക ഡെയിലി. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഓട്ടിച്ചെങ്കിലും ഒന്ന് കേൾക്കുക, ഫുള്ളായിട്ട് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്ന് നോക്കാം. ഓക്കെ, അതായത് അവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം, അതുപോലെ അവർക്ക് അതിനൊരു വാല്യൂ ഉണ്ടോ. ഓക്കെ, ആൻഡ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്നിങ്ങനെ 2-3 കാര്യങ്ങളായിട്ട് അല്ലേ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉള്ള ഒരു ചോദ്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങളോട് അതുപോലെ ഉണ്ടോ. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ നോക്കാം. തിരിച്ചു വരിക മീൻസ് സെപ്പറേഷൻ ആവണമെന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ നോ കോൺടാക്റ്റോ അല്ലെങ്കിൽ തൽക്കാലത്തെ ഒരു ചെറിയ ബ്രേക്കോ, ജസ്റ്റ് ഒരു അകൽച്ച എന്തും ആവാം. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് പക്ഷെ കൂടുതൽ അടുക്കാനും കൂടുതൽ അറ്റാച്ച്ഡ് ആവാനും അവർ വരുമോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, 4 of Swords, Hangman, 6 of Pentacles, High Priestess, 2 of Pentacles. നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ കാണുന്നത് എനിക്ക് ചെറിയൊരു സെപ്പറേഷൻ തന്നെയാണ്. 4 of Swords നമ്മളൊരു ബ്രേക്കപ്പ് എന്ന് പറയുന്നില്ല, ഒരു മാറി നിൽക്കുന്നുണ്ട്, സൈലൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്ത പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന്. ഇപ്പോൾ ഒരു തൽക്കാലം ഒരു മാറി നിൽക്കൽ ആ രീതിക്കൊക്കെ എടുക്കാം. ഓക്കെ, അല്പം സംസാരം അധികം ഉണ്ടാവില്ല. ഓക്കെ, അധികം പറഞ്ഞാൽ തന്നെ ലൈക്ക് വല്ലപ്പോഴും ഉള്ള കോണ്ടാക്ട്, ചിലപ്പോൾ കുറേ ദിവസമായിട്ട് തന്നെ നിങ്ങൾ സംസാരിച്ച് കാണില്ല. ഓക്കെ, സിറ്റുവേഷൻ ഒന്നും മൂവ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഓക്കെ, സിറ്റുവേഷനിൽ മൂവ്മെൻറ്റ് ഇല്ല. ഓക്കെ, അതായത് നിങ്ങളുടെ തമ്മിൽ ഒന്നും നിങ്ങൾക്ക് അറിയുന്നില്ല ഇതിനി മുന്നോട്ട് എന്താ ആവുന്നത് എന്നുള്ളത്. ഐ തിങ്ക് നിങ്ങൾക്ക് അറിയുന്ന തന്നെ ഇല്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവർക്ക് വേറെയും കാര്യങ്ങൾ പ്രയോറിറ്റി ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിപ്പോൾ ഫാമിലി ആവാം, എന്തും ആവാം. ഫാമിലി, ജോലി, കരിയർ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും അങ്ങനെ അവർ പല കാര്യങ്ങളും അവരൊന്ന് ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർ ഈക്വൽ ഒരു സമയം തരാനോ കാര്യങ്ങൾക്കോ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഇടയിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഉറപ്പായിട്ടും. ആൻഡ് ഇവിടെ 2 പെറ്റക്കിൾസും ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ 2 സിറ്റുവേഷൻ, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു 2 സിറ്റുവേഷൻ എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, 2 സിറ്റുവേഷൻ തമ്മിൽ ജഗിൾ ചെയ്യാൻ, 2 എന്നല്ല ചിലപ്പോൾ കൂടുതലുണ്ടാവും. അവർ ഒരുപാട് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാര്യങ്ങൾ, ജോലിയിലെ ടെൻഷൻ, സ്ട്രെസ്, ഫാമിലിയിലെ ടെൻഷൻ, അല്ലെങ്കിൽ ഫാമിലിയും ഉണ്ട് നിങ്ങളും ഉണ്ട് എന്ന രീതിക്കും. ഓക്കെ, സോ ഇവിടെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ അവർ ജഗിൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ്. ഓക്കെ, അവരുടെ ഫീലിങ്സ് നിങ്ങളോട് എന്താ നോക്കട്ടെ. വാട്ട് ആർ ദേ ഫീലിംഗ്? 9 of Wands, Knight of Wands, 9 of Pentacles, 9 വന്നിട്ടുണ്ട്. Knight of Swords, 6 of Swords, good. And Temperance ഉണ്ട് ഇവിടെ. അഗെയിൻ ഫീലിങ്സിൽ ഇപ്പോൾ ലേശം അകൽച്ച വീണ്ടും കാണുന്നുണ്ട്. മാനസികമായ ഒരു അകൽച്ച എന്ന് പറയാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് എന്ന് പറയാം. ചിലവർക്ക് ബ്ലോക്ക് ചെയ്ത് പോയി എന്ന രീതിയിലെടുക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്കേജ് ഉണ്ട് ഇപ്പോൾ. പക്ഷേ ഫീലിങ്സിൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് നൈറ്റ് ഓഫ് വോൺസ്, നൈറ്റ് ഓഫ് സോർട്സ് എല്ലാം ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിൽ അവരുടെ മനസ്സിൽ ചിന്തയുണ്ട്. ഓക്കെ, അവർ പെട്ടെന്ന് ആക്ച്വലി വരാനുള്ള ഒരു സാധ്യതയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വരും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ഒരു സാധ്യതയാണ്. 9 of Pentacles ഉണ്ട്. 9 of Pentacles നിങ്ങൾ ഇൻഡിപെൻഡൻസിൻ്റെ കാര്യം തോന്നി എനിക്ക്. 6 of Swords,
ഓക്കെ, കോംപ്രമൈസ് വരും നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് വരും. നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ഇപ്പം എന്തെങ്കിലും ഒരു അകൽച്ച കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഒരു കോംപ്രമൈസ്, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തെറ്റിയതായാലും എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒത്തുപോകും എന്ന രീതിയിൽ പറയാം നമുക്ക്. ഓക്കെ, അവർക്ക് ആഗ്രഹം അതാണ്, അവരുടെ ഫീലിങ്സിൽ അതാണ് ഇപ്പോൾ കാണുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ ഒരുപാട് ഇതിലല്ല, പക്ഷേ ഒന്നുകൂടെ എടുക്കാം കുറച്ചുകൂടി കാർഡ്സ്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല, ഞാനൊന്ന് ആലോചിക്കുന്നത്. അവർ ഐ തിങ്ക് മൈൻഡ് കുറേ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കാം. അവരുടെ സ്വയം ഒരു ബൗണ്ടറി വെച്ച് ഒരു അകൽച്ച വെച്ച് നിൽക്കുന്ന പോലെയുണ്ട് അവരെ മനസ്സിൽ. പക്ഷെ എന്നാലും നിങ്ങളുമായിട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു രമ്യതയിൽ കാര്യങ്ങൾ പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഫീലിങ്സ് ഓക്കെ, താങ്ക് ഗോഡ്. ഓക്കെ, 9 of Cups, യെസ്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ടെമ്പറൻസ് അഗൈൻ. ഓക്കെ, ഹെയർഫൻഡ്. ഓക്കെ, ഗുഡ്. 3 of Wands, യെസ്, അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോറി, ഓക്കെ, അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള പ്ലാൻ അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, അതായത് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് മീറ്റ് ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും അടുക്കാനും നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വരണം എന്ന രീതിക്കൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കോംപ്രമൈസ് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹൈറോഫൻ്റ് ഉണ്ട്. ഹൈറോഫൻ്റ് ഇവിടെ ഒന്നുകിൽ നിങ്ങൾ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി വേറെ കാര്യം കൂടി പറയാം. മേ ബി അവർ ആരുടെങ്കിലും അഡ്വൈസ് ചോദിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് എടുക്കുന്നതായിട്ടും കൂടി പറയാം. പ്ലാനിങ്, അതായത് അവർ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആലോചിക്കുന്ന പോലെ. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളോട് ആഗ്രഹമുണ്ട്. ആൻഡ് ഇവിടെ വേൾഡ് ആയിരുന്നു. സോ വേൾഡ് വരുമ്പോൾ നമുക്ക് ന്യൂ ബിഗിനിങ് എന്ന് എടുക്കാം. യെസ്, 9 of Pentacles. ഓക്കെ, അവർ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ മനസ്സിൽ ആഗ്രഹമുണ്ട് that നിങ്ങൾ തമ്മിൽ വീണ്ടും അടുക്കണം എന്നൊക്കെ. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന രീതിയിൽ, നിങ്ങളുടെ സ്നേഹം അവർക്ക് എന്താ തോന്നുന്നത് നിങ്ങളെക്കുറിച്ച്? Ace of Cups, Justice, തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. Page of Cups, യെസ്, ഡെഫിനറ്റ്ലി. ഡെവിൾ കാർഡ്, സാരില്ല, ദാറ്റ്സ് ഫൈൻ. Ace of Swords, യെസ്, awesome. അപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് ജഡ്ജ്മെൻറ്റും ഉണ്ട്. വാവ്, ഈ ഫുൾ മൂണ്. ഓക്കെ, ഈ ഫുൾ മൂൺ ഞാൻ ഐ തിങ്ക് ഇന്നലെയും പറഞ്ഞ കാര്യം തന്നെയാണ്. പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യും പേഴ്സൺ. ഓക്കെ, ഇന്നലെയും ഞാൻ ഫുൾ മൂണിൻ്റെ എനർജി അത് തന്നെ പറയും. ഇന്നും ഇപ്പോൾ ഫുൾ മൂണിൻ്റെ ഇത് വന്നിട്ടുണ്ട്. സോ ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണിന് ചില തിരിച്ചറിവുകൾ കൊടുക്കും. ഓക്കെ, ദാറ്റ് പേഴ്സണിന് മനസ്സിലാക്കി കൊടുക്കും നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത്. അവർക്ക് ഫീലിങ്സിൽ യെസ് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുമുണ്ട്. ഓക്കെ, പക്ഷെ അവർക്കിപ്പോൾ നിങ്ങളോട് ന്യായം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ടെൻഷനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണുന്നത്. അവർക്ക് ന്യായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം. എൻ്റെ ഇവിടെ ജഡ്ജ്മെൻറ്റും യെസ്. ഓക്കെ, പേജ് ഓഫ് കപ്സ്, നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അവർ വരും എന്ന രീതിയിലാണ്. പക്ഷെ ലേശം മനസ്സിലൊരു ചെറിയ പേടിയുണ്ട്. പിന്നെ ഡെവിൾ എനർജിയും നമുക്ക് പലതും പറയാം. ലൈക്ക് ഇടയിൽ തടസ്സമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാം. അവരുടെ മനസ്സിലെ പേടി എന്ന് പറയാം. അവരുടെ മനസ്സിൽ അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി, മാരീഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫാമിലി തടസ്സം, എന്ത് കാര്യം എടുത്തോളൂ. ഓക്കെ, ഹൈറോഫൻ്റ് നേരത്തെ ഞാൻ പറഞ്ഞത് ഓക്കെ റിലീജിയൻ വേറെ, കാസ്റ്റ് വേറെ, അങ്ങനെയും എടുക്കാം. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളെ തടസ്സം ഇടയിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അതെല്ലാം അവർ വെട്ടിമാറ്റി ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ, ഐ തിങ്ക് ഇന്നലെയും ലാസ്റ്റ് കാർഡ് ഇതായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി അവർ ആക്ഷൻ എടുക്കും. ഓക്കെ, ഇത് നമുക്ക് ഐ തിങ്ക് ഏസ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് സോഡ്സിലാണ് തുടങ്ങുന്നത്. ഏസ് ഓഫ് കപ്സും തുടങ്ങി ഏസ് ഓഫ് സോഡ്സിലാണ് എൻഡ് ചെയ്ത്. സോ ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ്, വളരെയധികം നമ്മൾ മനസ്സിൽ നിറഞ്ഞുള്ള ഫീലിംഗ് എന്ന രീതിക്ക് എടുക്കാം, സ്നേഹം എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ അവരതിനെ വേണ്ട ന്യായമായിട്ട് നിങ്ങളോട് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യും. എന്താ ഞാൻ പറഞ്ഞത്, സോറി, അവർ നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരും. സോറി. ആൻഡ് ഇവിടെ ഡെവിൾ എനർജി, യെസ്, അത് ഓവർകം ചെയ്യും. അവരെ മനസ്സിൽ എന്തെങ്കിലും പേടികൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെ ഓവർകം ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ്. ആക്ഷൻ എടുക്കും തീർച്ചയായിട്ടും. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വരും. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫുൾ മൂൺ സമയത്ത് അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നോ ഡൗട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൂടി അഡ്വൈസ് ആയിട്ട് എടുക്കണം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും അവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഇപ്പോൾ സിറ്റുവേഷൻ സാഹചര്യം കൊണ്ട് അവർ ലേശം സ്റ്റക്കാണ്, അവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് എന്തായിരിക്കും കൂടി നമുക്ക് എടുക്കാം അല്ലേ. ഈ വരുന്ന 1 വീക്ക് നോക്കാം അല്ലേ, ഈ ആഴ്ച. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റും? ടവറാണ്, കുഴപ്പമില്ല, ടെൻഷൻ ഒന്നും ആവണ്ട. 4 of Pentacles, 7 of Swords. 1 വീക്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്
വൺ വീക്ക് കഴിഞ്ഞാൽ ഓക്കെ ഗുഡ് ഫൈൻ. കിങ് ഓഫ് സോൾസ്, ചാരിയറ്റ്. ഓക്കെ, ഒരു 1 വീക്ക് ഇപ്പം തൽക്കാലം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും അനക്കം ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ആദ്യം വന്ന് ഹാങ്മാൻ കാർഡ് പറഞ്ഞല്ലോ. ഓക്കെ, ഇപ്പോൾ 1 വീക്കിന് ലേശം ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ അത്ര വേഗം കോൺടാക്ട് വരാനുള്ള സാധ്യതയില്ല. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പറയാം. അവർ മൈൻഡിലുള്ള എല്ലാം, മനസ്സിലുള്ള എല്ലാം അവർ അടക്കി വെച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഒരു 1 വീക്കാണ് എൻ്റെ മനസ്സിൽ പിടിച്ചത്. പക്ഷേ 1 വീക്കിൽ എനിക്ക് ഒരു അത്രയ്ക്ക് അങ്ങോട്ട് പോസിറ്റീവ് ഇതല്ല കിട്ടുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 വീക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ പക്ഷേ പേഴ്സൺ തിരിച്ച് വരും. ഫുൾ കാർഡാണ്, എംപ്രസ് ആണ്. സോ യെസ് എടുക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കിങ് ഓഫ് സോൾസും ഉണ്ട്, ചാരിയറ്റും ഉണ്ട്. സോ പേഴ്സൺ വരും നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, തിരിച്ച് വരും അവർ. ഓക്കെ, ആക്ഷൻ എടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഡിലേ ഉണ്ട് കുറച്ച്. ഒരു 1 വീക്കിന് നിങ്ങൾ മേ ബി അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക ദാറ്റ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. വേറൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക തൽക്കാലം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു എംപ്രസ് ഇപ്പം ജെൻസ് വാച്ചിങ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ നിൽക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അവർ വരും. പക്ഷേ നിങ്ങൾ കുറച്ച് ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളൊരു ലേശം ഒന്ന് മാറി കാര്യങ്ങൾ തൽക്കാലം ഒന്ന് വിട്ടുകൊടുത്തേക്കാം. അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ശ്രദ്ധിക്കും. അതാ പറഞ്ഞ ഗൈഡൻസ് കൂടി ഒന്ന് കാണാൻ പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഗൈഡൻസ് കൂടി നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, പേഴ്സൺ വരും. പക്ഷെ ഒരു 1 വീക്കിൻ്റെ ഡിലേ അത്രയ്ക്ക് പെട്ടെന്ന് ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ദിവസം സമയം എടുക്കും. ഒരു 1 വീക്കെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവും. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, വരും. പെൻസീവ് ആൻഡ് തോട്ട്ഫുൾ, ദ നീഡ് ടു ബി യെസ്, ഇതാ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ട അതേ കാർഡ്സ്. ഓക്കെ, ഹാങ്മാൻ സിറ്റുവേഷൻ അല്ലേ, എസ്കേപ്പ്, ഹാർമണി ആൻഡ് ബാലൻസ്, വെരി ഗുഡ്. എക്സ്പെക്ടേഷൻ, നിങ്ങൾ എക്സ്പെക്ടേഷൻ വിട്ട് കളയുക. നീഡ് ടു ബി ലൗഡ് അഗൈൻ, നീഡ് ടു ബി അലോൺ, നീഡ് ടു ബി ലൗഡ്. ബ്രോക്കൺ ഹാർട്ട്, റൈറ്റ് ഡിസിഷൻ, ഗുഡ്. ഓക്കെ, ഗുഡ്. അവർ ട്രാപ്ഡായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഹാങ്മാൻ കാർഡൊക്കെ ഇല്ലേ, അവർ കുറച്ച് ട്രാപ്ഡായിട്ട് നിൽക്കുകയാണ്. അവരുടെ സിറ്റുവേഷൻസിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ വിട്ട് അവർ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുകയാണെങ്കിൽ അവരും റിഗ്രറ്റ് ഉണ്ട്. അവർക്ക് സന്തോഷമൊന്നുമല്ല. ഓക്കെ, അവർക്ക് നല്ലോണം വിഷമമുണ്ട്. ആൻഡ് പെൻസീവ് ആൻഡ് തോട്ട്ഫുൾ, ഞാൻ പറഞ്ഞ ഒരു തൽക്കാലം ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന്. നമ്മുടെ 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി തന്നെയാണ്. അവർ ഇപ്പോൾ തൽക്കാലം റിലാക്സ് ചെയ്ത് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുകയാണ് അവർ. ആൻഡ് ഇവിടെ എസ്കേപ്പ് ഉണ്ട്. അവർ വരും, പുറത്ത് വരും. ഓക്കെ, അവരെന്തിലാണോ ട്രാപ്പായിട്ട് കിടക്കുന്നത് അതിൽ നിന്ന് അവർ പുറത്ത് വരും, എസ്കേപ്പ് ആവുമെന്ന് പറയാം. ആൻഡ് നിങ്ങൾ തമ്മിൽ ഹാർമണി ആൻഡ് ബാലൻസ് വരും മുന്നോട്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻസ് ബെറ്റർ ആവും. പീസ് ആൻഡ് ഹാപ്പിനെസ്സും ഉണ്ട്. ഹാർമണി, ബാലൻസ്, പീസ് എല്ലാം വരും. ഓക്കെ, സന്തോഷങ്ങൾ എല്ലാം നിങ്ങൾ തമ്മിൽ വരും. അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾ എക്സ്പെക്ടേഷൻസ് വിട്ട് കളയാം. ഓക്കെ, നിങ്ങൾ ആക്ച്വലി എക്സ്പെക്ടേഷൻ വിട്ട് കളയുമ്പോഴേ അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പറയാം. നിങ്ങൾ തീരെയും വരുന്നേ വിചാരിക്കണ്ട. ഓക്കെ, അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, വരുവാണെങ്കിൽ വരട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്യൂ. ഓക്കെ, ഇല്ലെങ്കിലും ഓക്കെ ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. അങ്ങനെ ശ്രദ്ധ ഒന്ന് നിങ്ങൾ മാറ്റുമ്പോഴേ, ഈ എക്സ്പെക്ടേഷൻ വിട്ട് കളയുമ്പോഴേ അവർ വരുള്ളൂ. ഓക്കെ, ഞാൻ പറയാം അത്. നീഡ് ടു ബി ലൗഡ്, നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു നീഡ് ടു ബി ലൗഡാണ്. ഇത് നിങ്ങളുടെ ഭാഗത്താണ്. ഓക്കെ, അവർ അതാണ് ഞാൻ പറഞ്ഞ എക്സ്പെക്ടേഷൻ. നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷനാണ് ആ പേഴ്സൺ വരണം, എന്നോട് സംസാരിക്കണം, എന്നെ സ്നേഹിക്കണം എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഞാൻ ഒരുപാട് സെൽഫ് ലവിനെ കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. വേറെ വീഡിയോസ് എടുത്ത് കണ്ടു നോക്കും. ഇന്നിപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ബ്രോക്കൺ ഹാർട്ട്, നിങ്ങൾക്ക് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, എനിവേ പേഴ്സൺ വരും എന്ന് കാണുന്നുണ്ട്. അവർ റൈറ്റ് ഡിസിഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, ഇത് നമ്മുടെ 4 ആണ്. സോ 4 ഇസ് എ ഗുഡ് നമ്പർ, സ്റ്റേബിൾ നമ്പറാണ്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരാൻ അവർ വരും. അവർ റൈറ്റ് ഡിസിഷൻ അവരെടുക്കും. ഓക്കെ, അവർ എന്തെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് അവർ വരും. അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ റിഗ്രറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു മുന്നോട്ടൊരു നല്ല ഒരു ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഹാർമണി, പീസ്, ബാലൻസ്, ഹാപ്പിനെസ് എല്ലാം റൈറ്റ് ഡിസിഷൻ അവരെടുക്കുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം യെസ് പേഴ്സൺ ലേശം ബ്രേക്കിലാണ്. വിട്ടേക്കാം. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് മാറുക. ഓക്കെ, നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കണമെന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. ഓക്കെ, എപ്പോഴും നമ്മൾ വേറെ പുറത്തൊരു എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് ഡിസപ്പോയിൻമെൻറ്റേ ഉണ്ടാക്കുള്ളൂ. ഇത് എൻ്റെ സെൽഫ് ലവ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് എനിക്ക് മതിയായി. ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഓക്കെ, ഇനി ഒരു ദിവസം പറയാം. ഓക്കെ, സോ
ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തൽക്കാലം അവനവനെ സ്നേഹിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക, എക്സ്പെക്ടേഷൻ വിട്ട് കളയാം, പേഴ്സൺ വന്നോളും. ഓക്കെ, നിങ്ങൾ തൽക്കാലം അത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഓക്കെ, അവർക്ക് സമയം കൊടുക്കൂ. ആൻഡ് നമ്പേഴ്സ് നോക്കണമെന്ന് ആലോചിക്കായിരുന്നു, ഞാൻ പറഞ്ഞേക്കാം. 25, 16, 41, 9, 26, 4, 30, 15 ആൻഡ് 31. ഓക്കെ, അപ്പോൾ 7 ഉണ്ട് അഗൈൻ. ഓക്കെ, 5, 9, ഇവിടെ 8, 4, 3, 6, 4 അഗൈൻ. 2, 4, 2, 7 ഒക്കെ ഉണ്ട് ഇവിടെ നമ്പേഴ്സ് റിപ്പീറ്റിംഗ്. സോ നിങ്ങൾക്ക് അതൊക്കെ കൂടുതൽ മാച്ച് ആവാം. അങ്ങനെ റിപ്പീറ്റഡ് നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുറച്ചുകൂടി നിങ്ങൾക്ക് മാച്ച് ആവുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ എനിവേ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മെസ്സേജ്. പേഴ്സൺ നിങ്ങളെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചു വരും. ഓക്കെ, അവർക്കും ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ചില കാര്യങ്ങൾ അവർ തടസ്സപ്പെടുത്തുന്നുണ്ടാവും. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ ടെൻഷൻ ആവാതിരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് ജീവിക്കുക. ഓക്കെ, അവർ വന്നോളും. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.